ഹായ് ഹലോ എല്ലാവർക്കും വണക്കം. ഇന്ന് നമ്മൾ ചിക്കൻ വെച്ചിട്ട് ഒരു വെറൈറ്റി ആയിട്ടാണ് കേട്ടോ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ചിക്കൻ വെച്ചിട്ട് നമ്മൾ ഇതിനു മുമ്പും ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള കറികളും റൈസും അതുപോലെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള ബിരിയാണീസും ഒക്കെ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിലും ഇതുപോലെ ഒരു ഐറ്റം ഇത് ആദ്യമായിട്ടാണ് കേട്ടോ നമ്മൾ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇതിലിപ്പോൾ ചിക്കൻ ഏതാണെന്ന് പോലും പലർക്കും മനസ്സിലായിട്ടുണ്ടാവില്ല. എന്തായാലും കൂടുതൽ സസ്പെൻസ് ഒന്നും ഇല്ലാതെ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഒരു ഫ്രൈങ് പാനിലേക്ക് കുറച്ച് കോക്കനട്ട് ഓയിലാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഓയിൽ ഒന്ന് ചൂടായി വരുമ്പോൾ നന്നായിട്ട് വാഷ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ പീസസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ കൂടുതലും ബോൺലെസ് പീസസ് ആണ് എടുത്തിട്ടുള്ളത്. അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, ഞാനിവിടെ കളറിന് വേണ്ടി കശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എന്നിവ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ഇതിലേക്ക് വളരെ കുറച്ച് വെള്ളം മാത്രം ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത ശേഷം ഇതൊന്ന് കവർ ചെയ്ത് കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇതൊന്ന് ഓപ്പൺ ചെയ്ത് ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ നമ്മുടെ ചിക്കൻ എല്ലാം നന്നായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് ഇതിലേക്ക് കാണുന്ന വെള്ളം ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം. ഇതാ കണ്ടില്ല, ഇപ്പൊ നമ്മുടെ ചിക്കനും നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ വെള്ളം എല്ലാം ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് ഇനി ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അടുത്തതായിട്ട് ഒരു ചട്ടിയിലേക്ക് കുറച്ചധികം തന്നെ കോക്കനട്ട് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ട് നല്ല ഡാർക്ക് കളർ ആവുന്നത് വരെ ഒന്ന് ഡീപ് ഫ്രൈ ചെയ്തെടുക്കാം. ഡാർക്ക് കളർ ആയ ശേഷം ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. അതിനുശേഷം കുറച്ച് കറിവേപ്പിലയും ഇതുപോലെ തന്നെ ഡീപ് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അതും ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. അതിനുശേഷം ഞാനിവിടെ വറ്റൽമുളക്, കശ്മീരി മുളകും എരിവുള്ള മുളകും മിക്സ് ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കശ്മീരി മുളക് മാത്രമായിട്ടോ അതല്ല എരിവുള്ള മുളക് മാത്രമായിട്ടോ എടുക്കാവുന്നതാണ്. അതും ഡാർക്ക് കളർ ആകുമ്പോൾ പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട്. എല്ലാം നമ്മൾ ഒരേ ഓയിലിൽ തന്നെയാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അടുത്തതായിട്ട് സവോള സ്ലൈസ് ചെയ്തത് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. സവോള ഞാനിവിടെ 2 ബാച്ചായിട്ടാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത്. ഇപ്പം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ചിക്കൻ എല്ലാം മാറ്റിയിട്ട് ഇതുപോലെ കൈ കൊണ്ടൊന്ന് ഷെഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഡീപ് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ഐറ്റംസ് എല്ലാം ഒരു ചെറു ചൂടോടെ തന്നെ ഇതുപോലെ നന്നായിട്ട് പൊടിച്ചിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ചൂടോടെ എന്ന് ഞാൻ പറഞ്ഞെങ്കിലും കൈ തൊട്ടാൽ പൊള്ളാത്ത ആ ഒരു ചൂടിലാണ് ചെയ്തെടുക്കേണ്ടത്. കാരണം ഇത് വല്ലാതെ തണുത്ത് കഴിഞ്ഞാൽ മുളകൊന്നും നമുക്ക് ഇതുപോലെ പൊടിഞ്ഞു കിട്ടില്ല. അതുകൊണ്ടാണ് എന്ന് കരുതി ഫ്രൈ ചെയ്ത ഉടനെ പൊടിച്ചിട്ട് കൈ പൊള്ളിക്കാനായിട്ടും നിൽക്കരുത്. ഇപ്പൊ നമ്മൾ ഇതെല്ലാം പൊടിച്ചെടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ഓൾറെഡി ഷ്രെഡ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ചിക്കനും കൂടെ ഇതിലേക്ക് ചേർത്തിട്ട് അതും കൂടെ നന്നായിട്ട് ഇതിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതെല്ലാം കൂടെ നല്ല രീതിയിലൊന്ന് മിക്സ് ആയി കഴിയുമ്പോൾ ഇതിലേക്ക് സവോള ചോപ്പ് ചെയ്തതും പച്ചമുളക് ചോപ്പ് ചെയ്തതും അതുപോലെ തന്നെ കുറച്ച് ലെമൺ ജ്യൂസും കൂടെ ഇതിലേക്ക് പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇത് മൂന്നും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത ശേഷം എല്ലാം കൂടെ നല്ല രീതിയിൽ വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഉപ്പ് ആവശ്യമാണെങ്കിൽ ഈ ഒരു ടൈമിൽ ചെക്ക് ചെയ്ത ശേഷം ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറിന്റെ കൂടെയൊക്കെ ചേർത്ത് കഴിക്കാനായിട്ട് കിടിലൻ ടേസ്റ്റ് ആണ് കേട്ടോ. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അത്രയുള്ള ഇന്നത്തെ വീഡിയോ. ബൈ.